ഇന്ന് ഈ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവജന ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും ചേർന്ന് വായിക്കാം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. ലോകത്തിലുള്ള മനുഷ്യരെ മൂന്നായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ തിരിച്ചിരിക്കുന്നത്. യഹൂദനും യവനനും ദൈവത്തിൻ്റെ സഭയും. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം അനുസരിച്ച് ലോകത്തിലുള്ള ജനങ്ങളെ മൂന്നായിട്ട് തിരിക്കുവാൻ തക്കവണ്ണം സാധിക്കും. 3 വിഭാഗം ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. യഹൂദനും യവനനും പിന്നീട് ദൈവത്തിൻ്റെ സഭയ്ക്കും ഇടർച്ചയില്ലാത്തവരായിരിപ്പീൻ. നമ്മളിവിടെ വന്നിരിക്കുന്ന ആളുകൾ ദൈവത്തിൻ്റെ സഭയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സഭയാണ്. നമ്മൾ യഹൂദനല്ല. നമ്മൾ ജാതികളായിരുന്നു, ഇപ്പോൾ ജാതികളല്ല. നമ്മളിപ്പോൾ ദൈവ സഭക്കാരാണ്. ജാതിയായിരുന്നു, യഹൂദനായിരുന്നു. യഹൂദന്മാർക്ക് വലിയ പ്രശംസകൾ, സാധാരണ നിലയിൽ യഹൂദനുണ്ടായിരിക്കുന്ന പ്രശംസകൾ. ഒരു യഹൂദൻ അവനെ കുറിച്ച് തന്നെ അവൻ ഒത്തിരി പ്രശംസിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് യഹൂദന്മാരെന്ന് പറയുന്നത്. ഒരു യഹൂദൻ സാക്ഷ്യം പറയുവാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ പറയുന്ന ആ പ്രശംസയുടെ വാക്കുകൾ അവൻ്റെ ജാതിയോട് ബന്ധപ്പെട്ട് അവൻ ഒത്തിരി മഹത്വങ്ങൾ അവൻ പറയുവാൻ ഇടയായി തീരും. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ മുൻ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ഗോത്രക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, യഹൂദ വംശത്തിൽപ്പെട്ടവൻ, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ. അത് യഹൂദന്റെ പ്രശംസയുടെ വാക്കുകളാണ്. ഇസ്രായേലിയൻ യഹൂദനെ സംബന്ധിച്ച് അവന് പ്രശംസിക്കുവാനുള്ള പല കാര്യങ്ങളുണ്ട്. യഹൂദനെ സംബന്ധിച്ച് പ്രശംസിക്കുവാൻ, ജാതിപരമായിട്ട് പ്രശംസിക്കുവാൻ പല കാര്യങ്ങളുണ്ട്. എല്ലാവരും പ്രശംസിക്കുന്ന ഒരു കാര്യമാണ്, ഏത് യഹൂദനും പ്രശംസിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്കൊരു അപ്പൂപ്പനുണ്ടായിരുന്നു. ഞങ്ങളുടെ അപ്പൂപ്പൻ ആരാണെന്നറിയാമോ? അബ്രഹാമാണ് ഞങ്ങളുടെ അപ്പൂപ്പനെന്ന് പ്രശംസിക്കുന്ന ആളുകളാണ് യഹൂദന്മാരായിട്ടുള്ള ആളുകൾ. അവൻ പ്രശംസിച്ച് പറയുന്ന ഒരു കാര്യമാണ്. കാരണം അബ്രഹാമിൻ്റെ വംശ പാരമ്പര്യത്തിൽപ്പെട്ട പല ആളുകൾ ലോകത്തിൽ വലിയ വലിയ ആളുകളായിട്ട് തീർന്നിട്ടുണ്ട്. നമുക്ക് ഏവർക്കും അറിയാം, ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അബ്രഹാമിൻ്റെ കടിപ്രദേശത്ത് ജനിച്ച ആളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ, നവീന ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിട്ട് അറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ ഒരു യഹൂദനായിരുന്നു. അതുപോലെ തന്നെ ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ. ലോകത്തിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒത്തിരി ആശുപത്രികളുണ്ട്. സൈക്കാട്രിസ്റ്റ്, മനഃശാസ്ത്രജ്ഞന്മാർ, ലോകത്തിൽ ആയിരക്കണക്കിന് മനഃശാസ്ത്രജ്ഞന്മാരുണ്ട്. ആശുപത്രികളിലൊക്കെ മനഃശാസ്ത്ര വിഭാഗമുണ്ട്. മാനസികമായിട്ടുള്ള രോഗം വരുമ്പോൾ ചികിത്സിച്ച് സൗഖ്യമാക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ ഫ്രോയിഡ് ലോകത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ യഹൂദന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ യഹൂദ കുടുംബത്തിൽപ്പെട്ടവനാണ്. കാർൽ മാർക്സ്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയ കാർൽ മാർക്സ് യഹൂദന്റെ വംശ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു ആളാണ്. യഹൂദിന് പ്രശംസിക്കുവാൻ പല കാര്യങ്ങളുണ്ട്. 1-ാം ലോകമഹായുദ്ധം എടുത്തു നോക്കൂ, 2-ാം ലോകമഹായുദ്ധം എടുത്തു നോക്കൂ, ലോകത്തിലെ നേട്ടങ്ങളൊക്കെയും നോക്കൂ, പരാജയങ്ങൾ നോക്കൂ. അതിൻ്റെ എല്ലാ റൂട്ടിൽ ഒരു യഹൂദനുണ്ടായിരിക്കും. ലോകത്തിൽ ഏത് സ്ഥലത്ത് പാർക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവൻ ലോകത്തിൽ എല്ലാ ഭാഗത്തും ചിതറിപ്പോയി. ക്രിസ്തുവിന് മുമ്പ് തന്നെ, ചരിത്രം പഠിക്കുന്ന അവസരത്തിൽ ക്രിസ്തുവിന് മുൻപ് തന്നെ യഹൂദന്മാര് ഇന്ത്യയിലേക്ക് വരുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശലോമോൻ്റെ ആ ദേവാലയത്തിൽ, ശലോമോൻ്റെ വീട്ടിൽ, ദേവാലയത്തിലല്ല, അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ, അദ്ദേഹത്തിൻ്റെ പാലസിൽ മയിലുകൾ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. മയിലുകൾ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ആ പക്ഷികൾ ഉണ്ടായിരുന്നു. ലോകത്തിൽ ആ മയിലുകൾ ഉണ്ടായിരുന്ന ഏക സ്ഥലമായിട്ട് അറിയപ്പെടുന്ന ഇന്ത്യയിൽ നിന്ന് അന്ന് മയിലുകളെ കപ്പലുകളിൽ ആ ശലോമോൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ച സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, യഹൂദന്മാർ ക്രിസ്തുവിന് മുൻപ് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചിതറിപ്പോകുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു.
ലോകത്തിന് നാനാഭാഗങ്ങളിൽ ചിതറപ്പോയ ഒരു ജാതിയാണ് യഹൂദൻ. അവൻ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒന്നാം ലോകയുദ്ധത്തിലും രണ്ടാം ലോകയുദ്ധത്തിലും ഇനി നടക്കുവാൻ പോകുന്ന ലോകമഹായുദ്ധത്തിൽ, ഇനിയും വരുവാൻ പോകുന്ന സംഭവിക്കുവാൻ പോകുന്ന ലോകമഹായുദ്ധത്തിൽ യഹൂദന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. യഹൂദനെ പ്രശംസിക്കുവാൻ പല പല കാര്യങ്ങളുണ്ട്. അവൻ ഇസ്രായേൽ ഗോത്രക്കാരനാണ്, അവൻ ഇസ്രായേൽ ജാതിക്കാരനാണ്. യഹൂദൻ പല ഗോത്രങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. 8-ാം നാളിൽ പരിച്ഛേദനേറ്റവനാണ്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ ഇസ്രായേൽ. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇസ്രായേൽ എന്ന് പറയുന്നത് യഹൂദനല്ല. ദൈവത്തിന്റെ ഇസ്രായേൽ എന്ന് പറയുന്നത് ജാതിയല്ല. ദൈവത്തിന്റെ ഇസ്രായേൽ എന്ന് പറയുന്നത് യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ലാതെ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ, ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ, വിദ്യാഭ്യാസത്തിൽ വ്യത്യാസമില്ലാതെ, കളറിൽ വ്യത്യാസമില്ലാതെ, ജാതിയിൽ വ്യത്യാസമില്ലാതെ, വംശങ്ങളിൽ വ്യത്യാസമില്ലാതെ യേശുവിൽ ഒന്നാക്കി തീർത്തിരിക്കുന്ന ദൈവത്തിന്റെ സഭയ്ക്കായിട്ട് കർത്താവിന് ഒരു മഹത്വം അർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിലേക്ക്, ദൈവത്തിന്റെ സ്വന്തം സ്വരൂപത്തിലേക്ക് ദൈവത്തിന്റെ ജനം മടങ്ങി വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ആളുകളെ പല നിലകളിലാണ് അറിയപ്പെടുന്നത്. ഒരാളിനെ കുറിച്ച് പറയുമ്പോൾ, അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ, ഒബാമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ രാഷ്ട്രീയ ബേസിലുള്ള ചിന്തയാണ്. രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ഉയർന്നിരിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്നു. രാഷ്ട്രീയമായ ബന്ധത്തിലാണ് അത് ചിന്തിക്കുന്നത്. ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ച് പറയുന്ന അവസരത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള നിലയിലുള്ള ഒരു ബേസിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു സാഹിത്യകാരൻ എന്ന് പറയുമ്പോൾ സാഹിത്യത്തിൻ്റെ ബേസിലാണ് അറിയപ്പെടുന്നത്. മനുഷ്യനെ ലോകം പല ബേസുകളിൽ ആണ് മനുഷ്യർ പറയുന്നതും മനസ്സിലാക്കുന്നതും അറിയുന്നതും. എന്നാൽ ദൈവം ഒരു മനുഷ്യനെ അറിയുന്നത് അവൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചില ആളുകളൊരു സംശയമായിട്ട് വന്നു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. യേശു എന്ത് മറുപടി പറഞ്ഞു? സുവിശേഷം 22-ാം അധ്യായത്തിൽ ആ വാക്യമുണ്ട്. 22-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അടുത്ത് പരീശന്മാർ വന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കർത്താവാണ് ഇപ്രകാരമാണ് പറയുന്നത്. 22-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ കൈസർക്ക് കരം കൊടുക്കുന്നത് വീതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അടുത്ത വാക്യം, യേശു അവരോട് 17, യേശു അവരുടെ ഹൃദയം അറിഞ്ഞ് കപട ഭക്തിക്കാരെ നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നുണ്ട്. അടുത്ത വാക്യം, കരത്തിനുള്ള നാണയം കാണിപ്പീൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അവർ അവൻ്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അടുത്ത വാക്യം, അവൻ അവരോട് ഈ സ്വരൂപവും മേലെഴുത്തും, ഈ വെള്ളിക്കാശിൻ്റെ സ്വരൂപവും മേലെഴുത്തും എന്തെന്ന് ചോദിച്ചു. ഇതിൻ്റെ സ്വരൂപവും മേലെഴുത്തും ആരുടേത്? അവർ പറഞ്ഞു കൈസറുടേതാണ്. കൈസർ, സീസർ. ജൂലിയസ് സീസറിന്റെ കാര്യം നമുക്കറിയാം, ഓഗസ്റ്റസ് സീസറിന്റെ കാര്യം നമുക്കറിയാം, തിബരിയോസ് കൈസറുടെ കാര്യം നമുക്കറിയാം. ജൂലിയസ് സീസർ സ്ഥാപിച്ച റോമൻ സാമ്രാജ്യത്തിന്റെ ആ സ്വരൂപവും മേലെഴുത്തും ആ പണത്തിന്മേലുള്ളത് കൊണ്ട് കൈസർക്കുള്ളത് നിങ്ങൾ ആർക്കോട്? എന്നിട്ട് അവരെ തിരിഞ്ഞു. അവരോട് തിരിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു ദൈവത്തിനുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പണത്തിന്മേലുള്ള സ്വരൂപവും മേലെഴുത്തും കൈസറുടേതാണ്, നിങ്ങളുടെ മേലുള്ള സ്വരൂപവും മേലെഴുത്തും ദൈവത്തിൻ്റെയാണ്. നിന്റെ സ്വരൂപവും മേലെഴുത്തും ദൈവത്തിൻ്റെ വകയാണെന്ന് നീ അംഗീകരിച്ചതിരിക്കുന്നതിനാൽ ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു.
അവൻ ദൈവത്തിന്റെ സ്വരൂപവും മേലെടുത്തും ഈ മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ സ്വരൂപവും മേലെടുത്തുമുണ്ട്. അത് വികൃതമായി പോയി. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് ദൈവം തന്റെ വചനമയച്ച് തന്റെ സ്വരൂപത്തിലേക്ക്, തന്റെ സാദൃശ്യത്തിലേക്ക് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കത്തക്കവണ്ണം, ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം, ദൈവം ഇറങ്ങി വസിക്കത്തക്കവണ്ണം ആ സ്വരൂപവും മേലെഴുത്തും ദൈവത്തിന്റെ വകയായി തീർന്നതിനായി ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് സ്വന്തമേൽപ്പിക്കുകയാണ്. മനുഷ്യനെ വ്യത്യസ്തമായിട്ടുള്ള നിലകളിൽ അറിയപ്പെടുന്നു. മനുഷ്യനെ വ്യത്യസ്തമായിട്ടുള്ള നിലകളിൽ അറിയപ്പെടുമ്പോൾ നമ്മെ അറിയുന്നത് നാം ദൈവത്തിൻ്റെ ഇസ്രായേൽ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കയ്യിൽ നെഞ്ചത്തോട്ട് കൈ ഒന്ന് വെച്ചിട്ട് പറഞ്ഞാട്ട്, ഞാൻ ദൈവത്തിൻ്റെ ഇസ്രായേൽ. പ്രൈസ് ദി ലോർഡ്. ജാതിപരമായിട്ട് യഹൂദനുമായിട്ട് എനിക്ക് ഒരിക്കലും അടുക്കുവാൻ സാധ്യമല്ലായിരുന്നു. ഇസ്രായേൽ സംബന്ധത്തിൽ, ഇസ്രായേൽ പൗരത്വത്തോട് ഒരിക്കലും എനിക്ക് ബന്ധപ്പെടുവാൻ സാധ്യമല്ലാതെ ഞാൻ ദൂരെ നിന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ ഇസ്രായേലായിട്ട് ദൈവം എന്നെ കണ്ടു. ദൈവത്തിന് ഇസ്രായേലിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? അതാണ് ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ ഞാൻ ഓർപ്പിക്കുവാൻ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷോർട്ടായിട്ട് പറയാം, എല്ലാം നമ്മുടെ സമയത്ത് അവസാനിപ്പിക്കണമല്ലോ. ദൈവത്തിന്റെ ഇസ്രായേലിന്റെ പ്രത്യേകത എന്താ? സാധാരണ ഇസ്രായേലിന്റെ പ്രത്യേകത, അവൻ അബ്രഹാമിന്റെ കുടുംബത്തിൽ ജനിച്ചവനാണ് സാധാരണ ഇസ്രായേൽ, സാധാരണ യഹൂദൻ. എന്നാൽ ദൈവത്തിന്റെ ഇസ്രായേൽ വാഗ്ദത്തപ്രകാരം ജനിച്ചവനാണ് ദൈവത്തിന്റെ ഇസ്രായേൽ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു സാധാരണ യഹൂദനാകണമെങ്കിൽ അവൻ ആ കുടുംബത്തിൽ ജനിക്കണം. എന്നാൽ ദൈവത്തിന്റെ ഇസ്രായേലായിട്ട് നമ്മൾ തീരുവാൻ കാരണം നമ്മൾ ആ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല, വാഗ്ദത്തപ്രകാരം ഒരു പുതിയ ജനനം നമുക്ക് ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലഭിച്ച ജനനം എന്താ? നമുക്ക് ലഭിച്ച ജനനത്തെക്കുറിച്ച് പൗലോസ് പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 4:15 അത് കാണുന്നില്ലേ? 1 പത്രോസ് 1:23 അത് വായിക്കുന്നില്ലേ? യാക്കോബിന്റെ ലേഖനം 1:18 അത് കാണുന്നില്ലേ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3:5 വാക്യങ്ങളിൽ അത് കാണുന്നില്ലേ? വാഗ്ദത്തപ്രകാരം ജനിച്ചു. വാഗ്ദത്തപ്രകാരം ദൈവത്തിന്റെ വചനത്താൽ ഒരു ജനനം നടന്നതുകൊണ്ട് ദൈവത്തിന്റെ വചനം സ്വീകരിച്ച സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ദൈവത്തിന് ഇസ്രായേലായിട്ട് മാറുവാനുള്ള കാരണം ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾക്ക് ജനിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. പുറമേ യഹൂദനായവൻ യഹൂദനല്ല. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ എന്താണ് വായിക്കുന്നത്? റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങൾ, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ഉള്ള ജഡത്തിലുള്ള പരിച്ഛേദനയുമല്ല, ആഗമേ യഹൂദനായവനാണ് യഹൂദൻ. സ്തോത്രം. അബ്രഹാമിന്റെ കുടുംബത്തിൽ, സാധാരണ യഹൂദ കുടുംബത്തിൽ ഒരുവൻ ജനിച്ചാൽ അവൻ യഹൂദനാകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഇസ്രായേൽ ആകണമെങ്കിൽ പുറമേ ഉള്ള ജനനമല്ല, അകമേ ഉള്ള ജനനം നടന്നവർക്കാണ് ദൈവത്തിന് ഇസ്രായേലായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. യഹൂദനെ ദൈവം തെരഞ്ഞെടുത്തതിന് പല ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവവചനം നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ കാണുന്നുണ്ട്. യഹൂദ വംശത്തെ ദൈവം തെരഞ്ഞെടുത്തതിന് പല ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഏക സത്യ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ആ ജാതിയെ ദൈവം തിരഞ്ഞെടുത്തത്. 2, ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനം എഴുതി സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് ആ ജാതിയെ ദൈവം തിരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. അടുത്തായിട്ട് പുത്രത്വം അവരിൽ കൂടെ ഉണ്ടാകുവാൻ, ജഡപ്രകാരം ക്രിസ്തു അവരിൽ കൂടെ ജനിക്കുവാൻ വേണ്ടിയാണ് ആ ജാതിയെ ദൈവം തിരഞ്ഞെടുത്തത്. ഈ വിധമായിട്ടുള്ള കാരണങ്ങളാൽ ദൈവം യഹൂദ ജാതിയെ തിരഞ്ഞെടുത്തു എങ്കിൽ അതിൽ ശ്രേഷ്ഠമേറിയ അനുഭവത്തോടുകൂടിയാണ് ദൈവത്തിന് ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന് ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തതിന്റെ കാരണം അവിടെ ഗലാത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പല ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്ന അവസരത്തിൽ അവിടെ കാണുന്നത്, ക്രിസ്തുവിൽ പ്രശംസിക്കുവാൻ വേണ്ടിയാണ് ദൈവം അവനെ തെരഞ്ഞെടുത്തത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സാധാരണ യഹൂദന് അവനെക്കുറിച്ച് തന്നെ പ്രശംസിക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റെന്ന് പറയും, ഇസ്രായേൽ ജാതിക്കാരനാണെന്ന് പറയും, ബെന്യാമിൻ ഗോത്രക്കാരൻ ഏതെങ്കിലും ഗോത്രക്കാരനാണെന്ന് പറയും. അതൊക്കെ അവർ പ്രശംസിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദൈവത്തിന് ഇസ്രായേലിൻ്റെ പ്രശംസ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നുമല്ല. ദൈവത്തിൻ്റെ ഇസ്രായേലിൻ്റെ പ്രശംസ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. യഹൂദന് പ്രശംസിക്കുവാൻ അവൻ്റെ പാരമ്പര്യമുണ്ട്, അവൻ്റെ ജാതിയുണ്ട്, അവൻ്റെ മതമുണ്ട്, അവൻ്റെ പാരമ്പര്യമുണ്ട്. അതവന് പ്രശംസിച്ചോട്ടെ. പക്ഷെങ്കിൽ ദൈവത്തിന് ഇസ്രായേലിനെ പ്രശംസിക്കുവാൻ പാരമ്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അവന് നേട്ടങ്ങളൊന്നും അങ്ങനെ പറയുവാനില്ല. അവന് പ്രശംസിപ്പാൻ ആകെയുള്ളത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. കർത്താവ് ഇന്ന് പകൽ നമ്മുടെ മധ്യ ഉയർന്നു നിൽക്കുന്നതിനായി, ഈ ആരാധനയിൽ ഉയർന്നു നിൽക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. നമ്മെ കരങ്ങൾക്ക് പിടിച്ച് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് നമ്മുടെ കർത്താവാണ്. സ്തോത്രം. ഒരു മനുഷ്യനുമല്ല, ഒരു പാസ്റ്ററുമല്ല. ദൈവം തമ്പുരാൻ നമ്മെ കരങ്ങൾക്ക് പിടിച്ച്, സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, കുഴഞ്ഞ ചേറ്റി ഞാൻ കിടക്കുന്ന അവസരത്തിൽ അവൻ ഇറങ്ങി വന്ന്, ആ കുഴഞ്ഞ ചേറ്റിൽ ഇറങ്ങി വന്ന്, അവൻ ഇറങ്ങി വന്ന് എന്നെ എടുത്ത് ഒരു സ്ഥിരമായിട്ടുള്ളൊരു പാറമേൽ നിർത്തി എന്റെ വായിൽ പുതിയൊരു പാട്ട് നൽകി തന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് ഇസ്രായേലിന്റെ സ്വഭാവങ്ങൾ പറയുന്ന അവസരത്തിൽ, ദൈവത്തിന്റെ ഇസ്രായേലിന്റെ സ്വഭാവം യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ പ്രശംസിക്കുകയും, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് അനുസരണമായിട്ട് ജീവിക്കുകയും ചെയ്യുക. ദൈവത്തിന്റെ ഇസ്രായേലിന് അവന് കൊടുത്തിരിക്കുന്ന പ്രമാണത്തെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലുണ്ട്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം. പൗലോസ് പറയുന്നു, എനിക്ക് ക്രിസ്തുവിൻ്റെ പ്രമാണമാണുള്ളത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ പ്രമാണം എന്താണ്? ദൈവത്തിന്റെ ഇസ്രായേലിന്റെ പ്രമാണം ക്രിസ്തുവിൻ്റെ പ്രമാണമാണ്. ക്രിസ്തുവിൻ്റെ പ്രമാണം ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക, ആ സുവിശേഷത്തിൻ്റെ ശക്തി പ്രാപിച്ച് മറ്റുള്ളവരെ സുവിശേഷം അറിയിച്ച് മറ്റുള്ളവരെ ഈ ദൈവത്തിൻ്റെ കൃപയിലേക്ക് നയിക്കുക, അത് ക്രിസ്തുവിൻ്റെ ഒരു പ്രമാണമാണ്. ക്രിസ്തുവിൻ്റെ പ്രമാണമാണ് എൻ്റെ സഹോദരനെ എന്നെപ്പോലെ തന്നെ എനിക്ക് സ്നേഹിക്കുവാനൊരു മനസ്സുണ്ടാകുന്നത്. ദൈവത്തിന് മഹത്വം. ഒരു കർത്താവിൻ്റെ ദാസൻ്റെ ജീവചരിത്രം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ആ സഹോദരന് സൗഖ്യമില്ലാതെ, വളരെ രോഗത്താൽ ഭാരപ്പെട്ട് സൗഖ്യമില്ലാതെ ആ സഹോദരൻ വിഷമിക്കുന്നു. അദ്ദേഹത്തിന് ഭാര്യയും ചെറിയ 3 കുട്ടികളുമുണ്ട്. പ്രായം പൂർത്തിയാകാത്ത ചെറിയ 3 കുഞ്ഞുങ്ങൾ, ഒരു സഹഭാര്യയുമുണ്ട്. ഇനി ആ ദൈവദാസൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എനിക്ക് മക്കളൊന്നുമില്ല. ആ സഹോദരന് 3 മക്കളുണ്ട്. ആ മക്കളെ ആ സഹോദരനാണ് ജോലി ചെയ്ത് പുലർത്തുന്നത്. അദ്ദേഹം രോഗിയായി ഭാരപ്പെടുന്നു, രോഗമൂർധനാവസ്ഥയിലായിരിക്കുന്നു, സിംഗിങ് സ്റ്റേജിൽ എത്തിയിരിക്കുന്നു. ആ ദേവദാസൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ആ സഹോദരന് 3 കുഞ്ഞുങ്ങളുണ്ട്. വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നൊരു ഫാമിലിയാണ്. കൂലിവേല ചെയ്ത് ജീവിക്കുന്നൊരു സഹോദരനാണ്.
ആ സഹോദരനെ എടുത്താൽ ആ കുഞ്ഞുങ്ങളുടെ ഗതി എന്തായി തീരും? അതുകൊണ്ട് ആ ദൈവദാസൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ആ സഹോദരനെ നീ എടുക്കുകയാണെങ്കിൽ അതിന് പകരം എന്നെ എടുത്തുകൊള്ളണമേ, എന്നെ എടുത്തുകൊള്ളണമെന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചെന്നൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ന്യായപ്രമാണം യഹൂദനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അവന്റെ ഗോത്രത്തിൽ ജനിക്കണം, അവന്റെ ഭാഷയിൽ ജനിക്കണം, അവന്റെ വംശത്തിൽ ജനിക്കണം, 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കണം, എങ്കിൽ മാത്രമേ അവനെ പരിഗണിക്കുകയുള്ളൂ. എങ്കിൽ ദൈവത്തിന്റെ പ്രമാണം ഏറ്റെടുത്ത് നടക്കുന്ന ദൈവത്തിന്റെ ഇസ്രായേൽ, ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഇസ്രായേലിന്റെ മഹത്വമേറിയ അനുഭവത്തിനായി ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ പ്രമാണം ദൈവത്തിന് ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നു. ആ പ്രമാണത്തിന് എന്തെല്ലാം ക്ലോസുകളുണ്ട്, എല്ലാ ഭാഗങ്ങളും പറയുവാനുള്ള അവസരമില്ല. ഇവിടെ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ പ്രമാണം ദൈവത്തിൻ്റെ ഇസ്രായേൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരാണ്. സ്തോത്രം. എൻ്റെ സഹോദരൻ അവൻ ഏത് ജാതിയിൽപ്പെട്ടോ വംശത്തിൽപ്പെട്ടോ ജാതിയിൽപ്പെട്ടവനോ ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, അവൻ വാഗ്ദത്തപ്രകാരം ജനിച്ച ഒരു ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് അവൻ്റെ ഭാരം ചുമക്കുവാൻ എനിക്കൊരു പ്രമാണം ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നിടും പറയാം, ഭാരവെക്കുന്നവരും കുഴപ്പമുണ്ടാക്കുന്നവരും അവർ ദൈവത്തിൻ്റെ ഇസ്രായേലല്ല. ക്രിസ്തുവിൻ്റെ പ്രമാണം അവർക്കുള്ളില്ല. ക്രിസ്തുവിൻ്റെ പ്രമാണം നമ്മുടെ ഉള്ളിൽ ദൈവം തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ന്യായപ്രമാണം കൽപ്പലകയിലാണ് ദൈവം കൊടുത്തത്. ന്യായപ്രമാണം കൽപ്പലകയിലാണ് ദൈവം കൊടുത്തത്. ദൈവം ന്യായപ്രമാണം കൽപ്പലകയിൽ കൊടുത്ത അവസരത്തിൽ അവിടെ വലിയ ബഹളങ്ങൾ ഉണ്ടായിരുന്നു. കാഹളത്തിന്റെ ശബ്ദം അവിടെ ഉണ്ടായിരുന്നു. കാഹളനാദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും പർവ്വതത്തിൽ അടുത്ത് നിൽക്കുവാൻ സാധിക്കുകയില്ല. മോശ മാത്രം പർവ്വതത്തിന് മുകളിൽ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനും പർവ്വതത്തിന് അടുത്ത് വരുവാൻ സാധിക്കുകയില്ല. മോശ ആ സന്ദർഭത്തിൽ പറഞ്ഞു, ഞാൻ പേടിച്ച് വിറയ്ക്കുന്നു. മോശ പറഞ്ഞു, ഞാൻ പേടിച്ച് വിറയ്ക്കുന്നു എന്ന് പറയുന്ന അവസരത്തിൽ ദൈവം തന്റെ കൈ കൊണ്ട് ന്യായപ്രമാണം കൽപ്പലകയിൽ എഴുതി. എന്നാൽ ക്രിസ്തുവിന്റെ പ്രമാണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെടുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രമാണം ദൈവത്തിന്റെ ആത്മാവിനാൽ, മഷി കൊണ്ടല്ല, കൽപ്പലകയിലല്ല, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ എഴുതി വച്ചിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ എഴുതി വച്ചിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ദൈവം ക്രിസ്തുവിന്റെ പ്രമാണം എഴുതി വച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഒരു ശക്തിക്കും ഇനി അത് മായ്ച്ചു കളയുവാൻ സാധിക്കയില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിന്റെ കൽപ്പന സ്വീകരിച്ച പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ പ്രമാണം പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഉള്ളിൽ എഴുതി വച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എല്ലാം ചേർന്ന് കർത്താവിന് മഹത്വം അർപ്പിക്കുക. ഇന്ന് പകൽ ദൈവത്തിന് വചനത്തിന്റെ വികാസനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. കൽപ്പലകയിൽ ദൈവത്തിന് പ്രമാണം എഴുതിയപ്പോൾ ഞാൻ പേടിച്ച് വിറയ്ക്കുന്നു പറയത്തക്കോണം ഭീകരമായിരുന്നു ആ സംഭവം. ദൂതന്മാരുടെ ശബ്ദം, കാഹള ശബ്ദങ്ങൾ, വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നാൽ അതിനേക്കാൾ ഉപരിയായി പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ പ്രമാണം ദൈവം നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്ന ഈ നിമിഷങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇസ്രായേൽ ക്രിസ്തുവിന്റെ പ്രമാണം ഉള്ളിലുള്ളവരാണ്. അവർ ഭാരങ്ങളെ വഹിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അവർ ക്രിസ്തുവിൽ പ്രശംസിക്കുന്നവരാണ്. ആ ഭാഗം നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. പൗലോസ് ഇപ്രകാരം പറയുന്നു. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആ വാക്യം വായിച്ചുകൊണ്ട് ഈ ചിന്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 14-ാമത്തെ വാക്യം, എനിക്കോ
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ. സാധാരണ ഒരു യഹൂദൻ പ്രശംസിക്കും, ഞാൻ ഇസ്രായേൽ ഗോത്ര ജാതിക്കാരനാണ്, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനാണ്. പ്രൈസ് ദി ലോർഡ്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ. സ്തോത്രം. ഇന്ന് ഈ കർത്താവിന്റെ മേശയെ നോക്കിക്കൊണ്ട് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നമ്മുടെ എല്ലാ പ്രശംസകളെ ഉപേക്ഷിച്ച്, നമ്മുടെ പാരമ്പര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പുറകെ പുറപ്പെടുന്നവർക്കായിട്ട് എനിക്കോ 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 കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര പുറപ്പെടുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ജീവനമെന്റെ സർവസ്വവും മുൻപിലണച്ചു കൊണ്ടിടുന്നു. ജീവനമെന്റെ സർവസ്വവും ഇന്നുപോലെ ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായിട്ട് സ്തോത്രം അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഇസ്രായേലായിട്ട് ക്രിസ്തുവിൻ്റെ പ്രമാണം ഉള്ളിൽ എഴുതി തന്നവരായി ഒരു സമൂഹമായിട്ട് ഞങ്ങളെ തീർത്തതിനായിട്ട് സ്തോത്രം. ഇനിയുള്ള ഞങ്ങളുടെ ആയുസ്, ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം നിന്റെ പ്രമാണത്തിനനുസരണമായിട്ടാണ്. ദൈവത്തിൻ്റെ ഇസ്രായേലായിട്ട് അങ്ങ് ഞങ്ങളെ അംഗീകരിച്ചതിനായിട്ട്, എന്നെ അംഗീകരിച്ചതിനായി, ഈ സമൂഹത്തെ അംഗീകരിച്ചതിനായി നന്ദിയോടെ മഹത്വം അർപ്പിക്കുന്നു. അങ്ങേക്കായി സമർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ.